ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയരായ 2 രോഗികൾ മരിച്ചു. കായംകുളം സ്വദേശികളായ മജീദ്, രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. ഡയാലിസിസ് സെന്ററിൽ നിന്നുള്ള അണുബാധയാണ് മരണകാരണമെന്ന് കുടുംബം ആരോപിച്ചു. പരാതിക്ക് പിന്നാലെ ഡയാലിസിസ് യൂണിറ്റ് അടച്ചു. വിഷയത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി. മരിച്ചവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ പോയാണ് വൈകുന്നേരം വരെ കാഷ്വാലിറ്റി ഒബ്സർവേഷനിലിട്ടിട്ട് ഒരു ഡോക്ടർ, ഒരു നീളം കുറഞ്ഞ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ആണെങ്കിൽ അത്രയും നേരം അവിടെ ഇരുന്ന് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന പഠിക്കുന്ന പിള്ളേർ അവിടെ വരുന്നവരെ നോക്കുന്നത്. ഒരു നേരം പോലും ഈ 2 പേര് ഈ ഒബ്സർവേഷനിൽ കിടക്കുക. കാഷ്വാലിറ്റിക്കകത്ത് ഒരു ഡോക്ടർ പോലും വന്ന് അവരെ ഒന്ന് ടെസ്കോപ്പ് വെച്ച് പരിശോധിച്ചിട്ടില്ല. ഞങ്ങൾ ഓരോ കാര്യങ്ങളിൽ ചൂടുണ്ട് ഡോക്ടറെ, അതുണ്ട് ഡോക്ടറെ, ഇതുണ്ട് ഡോക്ടറെ എന്ന് പറയുമ്പോൾ അവര് ഉടനെ മരുന്ന് കുറിക്കുന്ന, അല്ലാതെ കണ്ട് ഒരു ശകലം അവര് ടെമ്പറേച്ചർ നോക്കാൻ സിസ്റ്ററോട് എന്ന് പറയാൻ പറയും. അവര് വന്ന് നോക്കാല്ല, ഡോക്ടർ ഒന്നും വന്ന് പരിശോധിച്ചിട്ടില്ല. ഹരിപ്പാട്ട് ആശുപത്രി ഒരു നേരം നമ്മൾ ചെന്നാൽ പഠിക്കുന്ന പിള്ളേർ ഉടനെ ഓടും ഡോക്ടർ മുറിക്കകത്ത് റൂമിനകത്ത് കയറിയിരിക്കുക ചെയ്യുന്നത്. അവിടെ കേരളത്തിൽ ആദ്യമായി ഡയാലിസിസ് ഏർപ്പെടുത്തിയ താലൂക്ക് ആശുപത്രിയാണ് ഹരിപ്പാട്. സാങ്കേതികമായി എന്താ കാരണം, എന്താ അണുബാധ ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. കാരണം ഇതുവരെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ പാവപ്പെട്ട ആളുകളാണത്. അപ്പോൾ അവർക്ക് ഉണ്ടായ ഈ ഒരു ദുരന്തം വാസ്തവത്തിൽ വേദനാജനകമാണ്. അവർക്ക് വേണ്ടത്ര സംരക്ഷണം ഉറപ്പുവരുത്തണം. ആ കുടുംബങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് ആദ്യം റിപ്പോർട്ട് വരട്ടെ. അതേസമയം വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെയും ചികിത്സാ പിഴവ് ആരോപണം ഉയർന്നു. യുവാവിന്റെ കാലിൽ തറച്ച ചില്ല് നീക്കാതെ മുറിവ് തുന്നിക്കെട്ടിയെന്നാണ് പരാതി. സാഗരയിൽ ചെന്ന് അപ്പോൾ അവർ പറഞ്ഞു അവിടുത്തെ ഡോക്ടറിൻ്റെ ഈ റിസൾട്ടും കാര്യങ്ങളും കാണിച്ചപ്പോൾ പറഞ്ഞു അഡ്മിറ്റ് ആകേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുകയും ചെയ്തു. ഷുഗറിനെ തുടർന്ന് അഡ്മിറ്റ് ആകേണ്ട കാര്യങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞ് കാലിൻ്റെ കെട്ടും കൂടെ അഴിച്ച് കാണിക്കുക, കാലും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കാലിൻ്റെ കെട്ട് കാണിച്ച് അപ്പോൾ ആ ഡോക്ടറെ നോക്കിയപ്പോഴേ പറഞ്ഞു ഇതിനകത്ത് എന്തോ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് അവർ കത്രയ്ക്ക് എടുക്കാൻ നോക്കി, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പറഞ്ഞ് രാവിലെ സർജൻ വന്നിട്ട് സർജനെ കാണിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിടുകയുണ്ടായിരുന്നു രാത്രി. പിറ്റേന്ന് രാവിലെ 29-ാം തീയതി രാവിലെ ചെന്ന് സർജനെ ഒപ്പിച്ചെന്ന് സർജനെ കാണിച്ചു. അന്ന് ആ സർജൻ അവിടെ കാലിൽ മുട്ടിന് താഴെ കീറി ഈ കുപ്പിച്ചിൽ അവിടെ നിൽക്കുകയും ചെയ്തു. ശരത് എസ് എസ് നമുക്കൊപ്പം. ശരത് എസ് എസ്, ചികിത്സയ്ക്കിടെ മരണത്തിലേക്ക് പോകേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായവരുടെ പരാതികൾ അതൊരു തുടർക്കഥയാവുകയാണോ അവിടെ? സുജയ്, അതായത് 2 പരാതികളാണ് പ്രധാനമായി ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. ഒന്ന് ഈ ഡയാലിസിസുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ 29-ാം തീയതി ഇവിടെ ഡയാലിസിസ് ചെയ്ത 4 പേർക്ക് ഇത്തരത്തിൽ വിറയലും ഛർദിയും ഒക്കെ തന്നെ ഉണ്ടായി. പിന്നീട് ഈ 4 പേരിൽ ഗുരുതരാവസ്ഥയിലായ 3 പേരെ വണ്ടാനം മെഡിക്കൽ കോളേജിലും മാവേലിക്കരയിലെ മറ്റൊരു ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കുകയാണ് ഇവർ ഇത്തരത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് മജീദും മാവേലിക്കരയിൽ ആശുപത്രിയിൽ വെച്ച് രാമചന്ദ്രനും മരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3ാമതൊരാൾ പോലും ഗുരുതരാവസ്ഥയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതോടുകൂടിയാണ് കുടുംബാംഗങ്ങൾ പരാതിയുമായി രംഗത്ത് വന്നത്. സംഭവത്തിൽ അണുബാധയുണ്ടായതാണ്, ഇത്തരത്തിൽ ഡയാലിസിസിനിടെയുണ്ടായ അണുബാധയാണ് മരണകാരണം എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. നിലവിൽ എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ ഡയാലിസിസ് സെന്റർ നിലവിൽ ഇപ്പോൾ അടച്ചിടുകയും ചെയ്തിട്ടുണ്ട്. 4 അംഗ പ്രത്യേക സംഘം ഇതിന്റെ അന്വേഷണം തുടരുകയുമാണ്. മറ്റൊന്ന് ഈ പറയുന്നത് പോലെ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ജൂലൈയിൽ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് പുന്നപ്ര സ്വദേശി അനന്തു ഇത്തരത്തിൽ ആശുപത്രിയിൽ പോവുകയും ഈ കാലിന്റെ മുറിവുമായി ബന്ധപ്പെട്ടായിരുന്നു. അതായത് മുറിവ് ആ സമയത്ത് ആശുപത്രി എത്തിയ സമയത്ത് തന്നെ തുന്നിക്കെട്ടി പ്ലാസ്റ്റർ ഇട്ടു. പിന്നീട് വീട്ടിലേക്ക് വായിക്കുകയും ചെയ്തു. പക്ഷേ 5 മാസമായി അനന്തുവിന് വലിയ വേദനയായിരുന്നു കാലിന്. കഴിഞ്ഞ ദിവസം കാലൊരു മുഴ വന്നു. തുടർന്ന് ആശുപത്രിയിൽ പോയ സമയത്ത് ഇത്തരത്തിൽ ഷുഗർ ആണെന്ന് പറഞ്ഞു. പിന്നീട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ മറ്റൊരു ആശുപത്രിയിൽ കാണിച്ച സമയത്താണ് ഈ കാലിനകത്ത് മറ്റെന്തോ ഉണ്ട്, ഈ മുറിവിനകത്ത് മറ്റെന്തോ ഉണ്ടെന്ന കാര്യം ഡോക്ടർ പറയുന്നത്. തുടർന്ന് ശസ്ത്രക്രിയയിലൂടെ നോക്കിയ സമയത്താണ് ഈ വാഹനത്തിന്റെ ഒരു ഗ്ലാസിന്റെ ഭാഗം, അതായത് 1.5 ഇഞ്ചോളം നീളമുള്ള ഒരു ഭാഗമാണ് ഈ കാലിനടിയിൽ കുടുങ്ങിയത്. അങ്ങനെ ഇത് ഈ ആശുപത്രിയിൽ നിന്ന് പിഴവ് പറ്റിയതാണ് എന്നുള്ളതാണ് അനന്തു എന്തായാലും പറയുന്നത്. ഈ അപകടത്തിന് ശേഷം ഈ ഗ്ലാസ് മാത്രം മാറ്റാതെ തുന്നിക്കെട്ടി എന്നുള്ളതാണ് അനന്തു പരാതിയായി പറയുന്നത്. നിലവിൽ ഇപ്പോൾ പോലീസിലും ജില്ലാ കളക്ടർക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ശരി, വിവരങ്ങൾ നൽകിയത് ശരത് എസ് എസ്.